ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ സുപ്രധാന നിർദ്ദേശവുമായി ഫ്രാൻസ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന പ്രതിരോധ കരാറിന്റെ വിശദമായ സാങ്കേതിക വാണിജ്യ നിർദ്ദേശമാണ് ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അക്വിസിഷൻ വിഭാഗവും ഇന്ത്യൻ വ്യോമസേനയും നിർദ്ദേശം പരിശോധിച്ചു വരികയാണ്. ഇക്കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യ ഫ്രാൻസിനയച്ച ലെറ്റർ ഓഫ് റിക്വസ്റ്റിന് മറുപടിയായാണ് ഫ്രാൻസ് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക നിർമ്മാണം, സാങ്കേതികവിദ്യ കൈമാറ്റം, കൂടുതൽ തദ്ദേശീയ ഘടകങ്ങളുടെ ഉപയോഗം എന്നിവയ്ക്കാണ് നിർദ്ദേശത്തിൽ പ്രധാന പരിഗണന നൽകുന്നത്. 114 റഫാൽ വിമാനങ്ങളിൽ 94 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഫ്രാൻസിന്റെ പദ്ധതി. ഇതിനായി ഒരു ഇന്ത്യൻ വ്യവസായ പങ്കാളിയുമായി സഹകരിച്ചായിരിക്കും നിർമ്മാണം. ഡസോൾട്ട് ഏവിയേഷൻ, MBDA, സാഫ്രാൻ, താലസ് തുടങ്ങിയ പ്രമുഖ ഫ്രഞ്ച് പ്രതിരോധ കമ്പനികളും പദ്ധതിയുടെ ഭാഗമാകും. ഇതിലൂടെ ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ടാറ്റ, ലാർസൻ ആൻഡ് ടൂബ്രോ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തോതിൽ അവസരങ്ങൾ ലഭിക്കും. ഏകദേശം 1.6 ലക്ഷം കോടി രൂപയുടെ വ്യവസായ അവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം റഫാൽ വിമാനങ്ങളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾ സംയോജിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിക്കും. പ്രത്യേകിച്ച് അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ വിവിധ പതിപ്പുകൾ റഫാലിൽ സംയോജിപ്പിക്കാനുള്ള സാധ്യതയാണ് വിലയിരുത്തുക. കരാറിൽ എത്രത്തോളം തദ്ദേശീയ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും പരിശോധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. പഴകിയ മിഗ് യുദ്ധവിമാനങ്ങൾ ഘട്ടം ഘട്ടമായി സർവീസിൽ നിന്ന് പിൻവലിക്കുന്നതായും LCA Mark 1, വരാനിരിക്കുന്ന LCA Mark 2 എന്നിവ കൂട്ടിച്ചേർക്കാൻ ഉണ്ടായ കാലതാമസവും വ്യോമസേനയുടെ ശക്തിയെ ബാധിച്ചിട്ടുണ്ട്. 2012 റഫാൽ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കാൻ പദ്ധതിയിട്ടത്. വർഷങ്ങൾക്ക് ശേഷം ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 176 ഉയരും. ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏകദേശം 1.6 ലക്ഷം കോടി രൂപയുടെ വ്യവസായ അവസരങ്ങൾ ടാറ്റ, ലാർസൻ ആൻഡ് ടൂബ്രോ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കാനിടയുണ്ട്. ഇന്ത്യൻ വ്യോമസേന പഴയ വിമാനങ്ങൾ ഒഴിവാക്കുന്നതും പുതിയ തദ്ദേശീയ വിമാനങ്ങളുടെ വരവ് വൈകുന്നതും കാരണം സ്ക്വാഡ്രൺ ശക്തിയിൽ കുറവ് നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ റഫാൽ ഇടപാട് പരിശോധിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് മിസൈൽ സംവിധാനം, റഡാറുകൾ, സിമുലേറ്ററുകൾ, കവചിത വാഹനങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവയാണ് രാജ്യം പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നവ. ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 80-ലേറെ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. US-ലേക്കാണ് കൂടുതൽ കയറ്റുമതി. പ്രതിരോധ രംഗത്ത് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും ലോകത്തെ എണ്ണം പറഞ്ഞ പ്രധാന പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറുകയാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യം. വലുപ്പത്തിലും ജനസംഖ്യയിലും സാമ്പത്തിക ശേഷിയിലും സൂപ്പർ പവറായിരിക്കാൻ സുശക്തമായ സൈന്യം, പ്രതിരോധ മേഖല ആവശ്യമാണ്. US അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ രംഗം അടക്കി വാഴുന്നത് സ്വകാര്യ കമ്പനികളാണ്. ഈ നിലയിലേക്ക് ഉയരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭാവി ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല. 2029 പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കൂടാതെ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയം 3 ലക്ഷം കോടി രൂപയായി ഉയർത്താനും കേന്ദ്രം ലക്ഷ്യമിടുന്നു. പ്രതിരോധ കയറ്റുമതിയുടെ വിഹിതത്തിൽ പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം ശ്രദ്ധേയമാണ്. ആകെ കയറ്റുമതിയുടെ 54.84% രാജ്യത്തിന്റെ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വകയാണ്. അതേസമയം സ്വകാര്യ മേഖലയും തൊട്ടുപുറകെയുണ്ട്. കയറ്റുമതിയിലെ സ്വകാര്യ മേഖലയുടെ വിഹിതം 45.16%. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ വിജയമാണ് ഈ നേട്ടമെന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വെറും 1000 കോടി രൂപയിൽ താഴെയായിരുന്ന കയറ്റുമതിയാണ് ഇപ്പോൾ 30,000 കോടിയായി കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.